PLSQL നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ട്രിഗർ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എ ട്രിഗർ? സോ നമുക്ക് ട്രിഗറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു പെർട്ടിക്കുലർ ആക്ഷനാണ്. എന്തെങ്കിലും ഒരു ഇവൻ്റ് നടക്കുമ്പോൾ നടത്തുന്ന ആക്ഷനെയാണ് നമ്മൾ നോർമലി ട്രിഗർ എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എ ട്രിഗർ ഇൻ ദ കേസ് ഓഫ് PLSQL? PLSQL ട്രിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബ്ലോക്ക് ഓഫ് കോഡാണ്. അപ്പോൾ നമ്മൾ ഫങ്ഷൻ പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ട്രിഗർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ദ ട്രിഗർ ഈസ് നോർമലി ഓർ ദ ബ്ലോക്ക് ഇൻസൈഡ് ദാറ്റ് ദ കോഡ് ഇൻസൈഡ് ദ ട്രിഗർ വിൽ ബി എക്സിക്യൂട്ടഡ് വെനെവർ എ DML സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ. നമ്മൾ എന്തെങ്കിലും നമ്മൾ ആ ട്രിഗറിൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ഇറ്റ് മേ ബി റിലേറ്റഡ് ടു ദ DML ഓപ്പറേഷൻ. ഒരു ട്രിഗറിനെ അസോസിയേറ്റ് ചെയ്ത് എപ്പോഴും ഒരു ടേബിൾ ഉണ്ടാകും. അതായത് ആ ടേബിളിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോഴായിരിക്കും ആ ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആ ചേഞ്ചസ് എന്ന് പറയണത് ചിലപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴായിരിക്കാം, ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോഴായിരിക്കാം. whenever you may be changing any columns or rows, ഒരു ടേബിളിൽ എന്തെങ്കിലും റോസ് ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും റോസ് ഡിലീറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് അപ്ഡേഷൻസ് നടത്തുമ്പോഴോ ആണ് നോർമലി ഈ ട്രിഗർ ആക്ടിവേറ്റ് ആവുന്നത്. സോ ട്രിഗർ ഇസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ഓർ ഇറ്റ് ഈസ് എ ബ്ലോക്ക് സ്ട്രക്ചർ, PLSQL ബ്ലോക്ക് സ്ട്രക്ചർ വിച്ച് ഈസ് ഓട്ടോമാറ്റിക്കലി ഫയർഡ് വെൻ എ DML സ്റ്റേറ്റ്മെൻറ്റ് occurs. അപ്പോൾ ഒരു DML സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഇൻസേർട്ട്, ഡിലീറ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ്, ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ട്രിഗർ എഴുതുമ്പോൾ പറയുന്നുണ്ട് ഇതിൽ എപ്പോഴാണ് ഈ ഒരു കോഡ് ആക്ടിവേറ്റ് ആവേണ്ടതെന്നുള്ളത്. അക്കോർഡിംഗ് ടു ദാറ്റ് ദ ട്രിഗർ വിൽ ബി ഫയർഡ് ആൻഡ് whatever may be the things written inside the trigger that will be executed. അപ്പോൾ ട്രിഗറിനകത്ത് നമ്മൾ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യം നടക്കുന്നു. ട്രിഗർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രിഗേഴ്സ് ഉണ്ട്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഈസ് ട്രിഗർ വിച്ച് വിൽ ബി ആക്ടിവേറ്റഡ് whenever user perform any DML operations like delete, insert or update, as I already said. Or there are certain triggers are there which will be executed whenever the DDL statement occurs, like create, alter or drop. And there are certain kinds of triggers are there which will actually executed whenever a database operations occur, like server error, log on or log off or startup, like that, shutdown, etc. അപ്പോൾ ട്രിഗർ ഇതാണ്. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. നോർമൽ വേയിൽ പല തരത്തിലുള്ള ട്രിഗർ ഉണ്ട്. അതിനെ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ DML സ്റ്റേറ്റ്മെൻറ്റ്സിനെ അസോസിയേറ്റ് ചെയ്ത് ഉള്ള ട്രിഗേഴ്സ് ഉണ്ട്. ആ ട്രിഗർ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്ത ഓപ്പറേഷൻ ഏതാണ്, ഏത് DML ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് എഴുതിയത്. ചിലപ്പോൾ ഇത് മൂന്നെണ്ണത്തിനും കൂടെ എഴുതാം. അതായത് ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ് മൂന്നെണ്ണം ചെയ്താലും ആക്ടിവേറ്റ് ആവേണ്ട ട്രിഗർ ഉണ്ടാകും. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് ആക്ടിവേറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ട്രിഗർ ഉണ്ടാകും. ലൈക്ക് വൈസ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ട്രിഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടേബിൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടേബിളിൽ എക്സിസ്റ്റിംഗ് ടേബിളിൽ whenever you are performing any kind of alteration. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിസ്റ്റം ലോഗ് ഓഫ് ചെയ്യുമ്പോഴൊക്കെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ട്രിഗേഴ്സ്. ട്രിഗർ നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞു, എ ട്രിഗർ അസോസിയേറ്റഡ് വിത്ത് എ ട്രിഗർ ദർ വിൽ ബി ഐദർ എ ടേബിൾ ഓർ എ വ്യൂ ഓർ എ സ്കീമ, എനിത്തിങ് ഓർ എ ഡേറ്റാബേസ്. എപ്പോഴും ഒരു ട്രിഗർ, ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറിക്കും കോമൺ ആയിട്ട് പറയുന്ന ഒരു ഐഡിയ ആണ്, ട്രിഗറിന് അസോസിയേറ്റ് ചെയ്ത് എപ്പോഴും എന്തെങ്കിലും ഒരു ടേബിളെങ്കിലും ഉണ്ടായിരിക്കും. ആൻഡ് വാട്ട് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് റൈറ്റിംഗ് ദ ട്രിഗർ? നമ്മളിതുപോലെ ട്രിഗർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ട്രിഗർ എന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ദ ട്രിഗർ ഈസ് എക്സിക്യൂട്ടഡ് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, നമ്മൾ പറഞ്ഞ കണ്ടീഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ട്രിഗർ ആക്ടിവേറ്റ് ആകും. സെക്കൻഡ് വൺ ഈസ് ഇറ്റ് വിൽ എൻഫോഴ്സ് ദ ഇൻറ്റഗ്രിറ്റി, റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. നമുക്കറിയാം, ഞാനിപ്പോൾ ഒരു ടേബിൾ ഉണ്ടാക്കി, ഞാൻ എന്നിട്ട് അതിൽ അൺഓതറൈസ്ഡ് ആരെങ്കിലും ഇൻസേർട്ട് വാല്യൂസ്, ഞാൻ അതിലൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. സപ്പോസ് ഏജ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ഏജിൽ 50 താഴെയുള്ള ആളുകളെ എനിക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് എ ട്രിഗർ വിച്ച് വിൽ എക്സിക്യൂട്ട് whenever ഒരു ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ചെക്ക് ചെയ്യും.
50 കുറവാണെങ്കിൽ മാത്രം ഇൻസേർട്ട് ആ ടേബിളിലേക്ക് ഇൻസേർട്ട് അലൗ ചെയ്യുന്ന രീതിയിൽ 50 കൂടുതലാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് കിട്ടണം ഈ ആളുടെ ഡീറ്റെയിൽസ് എനിക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ട്രിഗറാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എൻഫോഴ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഓഡിറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ഇൻവാലിഡ് ട്രാൻസാക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഒരു ട്രിഗറിന്. സോ ട്രിഗർ ഈസ് എ PLSQL സ്റ്റേറ്റ്മെൻറ്റ് which will be executed automatically whenever some kind of DML operations happens. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് DMLനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രിഗറാണ്. 3 തരത്തിൽ ട്രിഗേഴ്സ് നമുക്ക് 3 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. DML ഓപ്പറേഷൻ അസോസിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം, DDLനെ അസോസിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റം ഫംഗ്ഷൻ ലൈക്ക് ലോഗ് ഓൺ, ലോഗ് ഓഫ്, ഷട്ട് ഡൗൺ അതിനൊക്കെ വേണ്ടിയിട്ടും ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദ നോർമൽ സ്ട്രക്ചർ ഓഫ് എ ട്രിഗർ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് DML റിലേറ്റ് ചെയ്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ട്രിഗറാണ് നമ്മൾ പഠിക്കുന്നത്. ഫങ്ഷൻ ആൻഡ് പ്രൊസീജിയറൊക്കെ പോലെ തന്നെ അതിൻ്റെ കോഡ് കുറേ കാര്യങ്ങളിൽ ദർ ആർ സർട്ടൺ സിൻടാക്സ് ആർ സിമിലർ to procedures and function, and we have to study some differences also. ഒരു ട്രിഗറിന് ഒരിക്കലും ഒരു പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നില്ല, പക്ഷേ ഫംഗ്ഷൻ പ്രൊസീജിയറിനൊക്കെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്തിരുന്നു. ട്രിഗറിന് നമ്മൾ ഒരു പാരാമീറ്റേഴ്സും പാസ് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് എ ഫസ്റ്റ് കമ്പാരിസൺ. ദ സെക്കൻഡ് കമ്പാരിസൺ ഇസ് ദാറ്റ് ദ ട്രിഗർ വിൽ ബി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് വെൻ എവർ സംതിങ് ഹാപ്പൻസ്. അതായത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിഗർ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫംഗ്ഷൻ ആൻഡ് പ്രൊസീജിയർ വി ഹാവ് ടു കോൾ ദം. നമുക്ക് വിളിക്കേണ്ട ആവശ്യമുണ്ട്. ഫംഗ്ഷൻ്റെ പേര് വെച്ച് അല്ലെങ്കിൽ പ്രൊസീജിയറിൻ്റെ പേര് വെച്ച് അത് വിളിക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ സിൻടാക്സ് ഓഫ് എ ട്രിഗർ. ഇതിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും മാൻഡേറ്ററി അല്ല. ഇതിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്ന ആ പോർഷൻസൊക്കെ ഓപ്ഷണലാണ്. സോ ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ നെയിം. ദിസ് ഇസ് സിമിലർ ടു പ്രൊസീജിയർ. ബിഫോർ, ആഫ്റ്റർ ഓർ ഇൻസ്റ്റെഡ് ഓഫ്. അപ്പോൾ നമ്മൾ ട്രിഗറിന് എപ്പോഴും നിങ്ങൾ whenever you are writing a trigger you have to give a name. ആ നെയിമാണ് ഇവിടെ ട്രിഗർ നെയിം എന്ന് ഉദ്ദേശിച്ചത്. ക്രിയേറ്റ് ഓർ റീപ്ലേസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊസീജിയർ ആൻഡ് ഇതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പുതിയതായി ചിലപ്പോൾ ഇഫ് യു ആർ ക്രിയേറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് വിൽ ബി ക്രിയേറ്റഡ്. ഇഫ് സച്ച് എ ട്രിഗർ ഓൾറെഡി ഈസ് ദയർ ഇറ്റ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് എ ന്യൂ വൺ. ഓക്കെ. ദെൻ എപ്പോഴാണ് ഈ ട്രിഗർ ഒക്കർ ചെയ്യേണ്ടത്? ഈ കോഡ് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു ഇവൻറ്റിന് മുമ്പാണോ കഴിഞ്ഞാണോ അതിന് പകരമാണോ എന്നുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ വ്യൂ എന്നാൽ നിങ്ങൾക്ക് അറിയാം ഒരു ടേബിളിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രം ആണ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യൂ അസോസിയേറ്റ് ചെയ്താണ് ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ടേബിളിന് അസോസിയേറ്റ് ബിഫോർ ഓർ ആഫ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ബിഫോർ ഓർ ആഫ്റ്റർ ഓർ ഇൻസ്റ്റെഡ് ഓഫ്. ദിസ് ഇസ് ദ കോമൺ സിൻടാക്സ്. ഇതിൽ എപ്പോഴാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. then you have to specify which DML operation. ഇൻസേർട്ട് നടക്കുമ്പോഴാണോ, അപ്ഡേറ്റ് നടക്കുമ്പോഴാണോ, ഡിലീറ്റ് നടക്കുമ്പോഴാണോ, അതോ 3 എണ്ണം നടക്കുമ്പോഴാണോ, അതോ ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ നടക്കുമ്പോഴാണോ അത് പറഞ്ഞു കൊടുക്കണം. then of column, that is you can write the column wise trigger. column based trigger എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേബിളിൽ ഏതെങ്കിലും ഒരു കോളത്തിൽ അപ്ഡേഷൻസ് നടക്കുകയാണെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യേണ്ട ട്രിഗർ. റോ വൈസ് ട്രിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോളത്തിൽ നമ്മൾ എന്തെങ്കിലും റോ വൈസ് കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ, ലൈക്ക് റോ വൈസ് നമ്മൾ റോ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു റോ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റോ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ നമുക്കറിയാം 2 രീതിയിൽ ഒരു ടേബിളിനെ കാണാം. ടേബിളിൽ കോളംസും ഉണ്ട്, റോസും ഉണ്ട്. അപ്പോൾ കോളത്തിൽ നമ്മൾ മോഡിഫിക്കേഷൻസോ ഇൻസേർഷനോ ഒക്കെ നടത്തുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യേണ്ട ട്രിഗർ ആണെങ്കിൽ അവിടെ കോളത്തിനെ ഏത് കോളത്തിന് സ്പെസിഫൈ ചെയ്യണം. യു ഹാവ് ടു സ്പെസിഫൈ ദ കോളം നെയിം. ഏത് കോളത്തിൽ മാറ്റം വന്നാലാണ് ഈ ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതല്ല റോ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓരോ റോയ്ക്കും അതെടുത്തോളും. Okay, then on table. So as I said, there is a table associated with a trigger, and here you have to specify on which table you have to activate the trigger. Then there is another optional one is referencing old as O, new as N. Suppose you have a table in which you have an attribute called salary. ഒരു സാലറിക്ക് നമ്മളൊരു വാല്യൂ കൊടുത്തു. ഇൻസേർട്ട് ചെയ്തപ്പോൾ നമ്മൾ സാലറിക്ക് സപ്പോസ് 10,000 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. ആൻഡ് സപ്പോസ് യു ആർ അപ്ഡേറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ റോ. ആ പെർട്ടിക്കുലർ റോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ആ സാലറി 20,000 ആക്കിയെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ റൈറ്റിംഗ് എ ക്വറി ഫോർ ദാറ്റ് അപ്ഡേഷൻ അല്ലെങ്കിൽ ഇൻസേർഷൻ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മളൊരു ട്രിഗർ എടുക്കുകയാണെങ്കിൽ നമുക്ക് പഴയ വാല്യൂവും പുതിയ വാല്യൂവും അറിയണം എന്നുണ്ടെങ്കിൽ, പഴയ വാല്യൂ 10,000 ആണെന്നും പുതിയ വാല്യൂ 20,000 ആണെന്നും നിങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അറിയണം എന്നുണ്ടെങ്കിൽ ഫോർ ദാറ്റ് പർപ്പസ് യു ആർ യൂസിങ് ദിസ് ലൈൻ റെഫറൻസിങ് ഓൾഡ് ആസ് O, ന്യൂ ആസ് N. ദെൻ
നെക്സ്റ്റ് ലൈൻ ഈസ് ഫോർ ഈച്ച് റോ. അതായത് റോ വൈസ് ട്രിഗർ ആണെങ്കിൽ, റോ ലെവൽ ട്രിഗർ ആണെങ്കിൽ നമ്മൾ ഓരോ റോയ്ക്കും ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. ഓക്കെ. ദെൻ വെൻ കണ്ടീഷൻ, എന്താണ് കണ്ടീഷൻ, എപ്പോഴൊക്കെയാണ് നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കണ്ടീഷൻ എന്താണെന്ന് പറയണം. ലൈക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിൻ്റെ, സോ ഐ വിൽ ഷോ യു വൺ എക്സാമ്പിൾ ഫോർ ദാറ്റ്. എന്താണ് നമുക്ക് കൊടുക്കേണ്ട കണ്ടീഷൻ, ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഡിക്ലെയർ, ദെൻ ആഫ്റ്റർ ദാറ്റ് പിന്നെ ഡിക്ലറേഷൻ സെക്ഷൻ ഉണ്ട്. അവിടെ വേരിയബിൾസ് എന്തെങ്കിലും നമ്മൾ ട്രിഗറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിക്ലെയർ ചെയ്യുക. ബിഗിൻ എൻഡ്, അതിനകത്ത് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. എക്സെപ്ഷൻ വേണമെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ ഓൾ ദ പാർട്ട് ബിറ്റ്വീൻ ദ ഡിക്ലെയർ ടു എൻഡ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ പ്രൊസീജിയർ ആൻഡ് ഫംഗ്ഷൻ. ഓൺലി ദ ഡിഫറൻസ് ഈസ് ദ ഫസ്റ്റ് ലൈൻ ഈസ് ഓൾസോ കോമൺ, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊസീജിയർ ഓർ ഫംഗ്ഷൻ യു ഹാവ് ടു റൈറ്റ് ദ ട്രിഗർ. ദെൻ ട്രിഗർ എപ്പോഴാണ് ആക്ടിവേറ്റ് ആക്കേണ്ടതെന്നുള്ളത്, ഏത് ഇവൻറ്റിന് മുമ്പാണോ ആ ഇവൻറ്റ് നടക്കുമ്പോഴാണോ. ഇവൻറ്റ് മീൻസ് നമ്മളിവിടെ പറയുന്ന DML ഓപ്പറേഷൻ, ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ്, അങ്ങനത്തെ പെർട്ടിക്കുലർ തിങ് എപ്പോഴാണ് ഇത് ആക്ടിവേറ്റ് ആക്കേണ്ടതെന്നുള്ളത് പറയുക. ഏത് DML സ്റ്റേറ്റ്മെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ട്രിഗർ ആക്ടിവേറ്റ് ആവേണ്ടതെന്നുള്ളത് പറയുക. കോളം വൈസ് ആണോ, കോളം വൈസ് മീൻസ് ഏതെങ്കിലും പെർട്ടിക്കുലർ കോളത്തിന് വേണ്ടിയിട്ടാണോ, അതിനെ ശ്രദ്ധിച്ച് അതിലെന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിലാണോ ഈ ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുക. You have to specify the table on which the trigger should activate. Then if you want, you can reference the previous value and the new value. If row wise trigger, you have to use each row, you have to specify this for each row. ഓരോ റോയ്ക്കും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. വെൻ കണ്ടീഷൻ, റോ വൈസ് ട്രിഗർ ആണെങ്കിൽ നമ്മൾ കണ്ടീഷനും പറഞ്ഞു കൊടുക്കണം, എന്താണ് കണ്ടീഷൻ എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിഗറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡും കൂടെ പറഞ്ഞു കൊടുക്കുക. So these are the main points about the trigger, and this is one example. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, സപ്പോസ് ദാറ്റ് യു ഹാവ് ടു ക്രിയേറ്റ് എ ടേബിൾ കോൾഡ് എംപ്ലോയി വിച്ച് കണ്ടെയ്ൻസ് ദീസ് 3 ആട്രിബ്യൂട്ട്സ്, എംപ്ലോയി ID, നെയിം ആൻഡ് സാലറി. ഈ 3 ആട്രിബ്യൂട്ടും ഉള്ള ഒരു എംപ്ലോയി ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് വി ക്യാൻ റൈറ്റ് എ ട്രിഗർ. Okay, question is like this: create a row level trigger for the customer table that would fire for insert operation performed on the customer table. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആ ടേബിളിൽ എപ്പോൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നോ അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ട്രിഗറാണ് ഞാനിവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ എയിം ഇത്രയേ ഉള്ളൂ. എൻ്റെ ടേബിളിൽ സാലറി എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. ആ ടേബിളിനകത്ത് 10,000 കൂടുതലുള്ള സാലറി മാത്രമേ ഇൻസേർട്ട് ചെയ്യാവൂ. 10,000 കുറവ്, നിങ്ങൾ സപ്പോസ് യു ആർ ട്രൈങ് ടു ഇൻസേർട്ട് എ റോ ടു ദ ടേബിൾ, ദിസ് ട്രിഗർ വിൽ ചെക്ക് ദ സാലറി ഫീൽഡ്, ആൻഡ് ഇഫ് ദ സാലറി ഈസ് ലെസ് ദാൻ 10,000 ഇറ്റ് വിൽ എക്സിക്യൂട്ട് എ മെസ്സേജ്. ഓക്കെ. അതായത് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക്, ഇപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. ഈ എക്സെപ്ഷൻ്റെയും നമ്പേഴ്സൊക്കെ പ്രീ ഡിഫൈൻഡ് ആണ്. സോ ദിസ് ഈസ് ഓൺലി വൺ എക്സാമ്പിൾ. ഒരു എക്സെപ്ഷൻ ഇവിടെ ആക്ടിവേറ്റ് ആയി, ദാറ്റ് സാലറി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10,000 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിച്ച പോലെ, ജാവയിലൊക്കെ പഠിച്ച പോലെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നേ ഉള്ളൂ. സോ ദ മീനിങ് ഓഫ് ദിസ് വൺ ഈസ്, ഹിയർ ഐ ആം ക്രിയേറ്റിംഗ് എ ട്രിഗർ ദാറ്റ് ഈസ് എ റോ ലെവൽ ട്രിഗർ വിച്ച് വിൽ ബി ആക്ടിവേറ്റഡ് വെൻ എവർ യു ആർ ഇൻസേർട്ടിംഗ് ഓർ അപ്ഡേറ്റിംഗ് എ റോ. ഈ ടേബിൾ ഇത് കണ്ടാലറിയാം. ഇൻസേർഷൻ ഓർ അപ്ഡേഷൻ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ഓൺ ദാറ്റ് ടേബിൾ എംപ്ലോയിക്ക് പകരം ഞാൻ EMP എന്നുള്ള പേര് ടേബിളിന് കൊടുത്തേ ഉള്ളൂ. ആ EMP എന്ന് പറഞ്ഞ ടേബിളിൽ ഇൻസേർട്ടോ അപ്ഡേറ്റോ ചെയ്യുവാണെങ്കിൽ എൻ്റെ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പുതിയ new.sal എന്ന് ഉദ്ദേശിച്ചത് സാലറി എന്ന് പറഞ്ഞ ആ ഒരു ആട്രിബ്യൂട്ടിൻ്റെ പുതിയ വാല്യൂ, നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ 10,000 കുറവാണെങ്കിൽ ഈ ഒരു എറർ എനിക്ക് കാണണം. ഓക്കെ. അതല്ല 10,000 കൂടുതലാണെങ്കിൽ നോർമൽ വേയിൽ ഇൻസേർഷനോ അപ്ഡേഷനോ ഒക്കെ നടത്തുക. ദാറ്റ് ഈസ് ദ മീനിങ്. ഓക്കെ. സോ വി വിൽ സീ ഹൗ ദിസ് കോഡ് ഈസ് എക്സിക്യൂട്ടിംഗ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ടേബിൾ. ആദ്യം നമുക്ക് ട്രിഗർ എഴുതുന്നതിന് മുമ്പ് ഒരു ട്രിഗറിന് അസോസിയേറ്റ് ചെയ്തിട്ടൊരു ടേബിൾ വേണമല്ലോ. അപ്പം ഞാൻ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി. ഓക്കെ. എംപ്ലോയിക്ക് വേണമെങ്കിൽ ഷോർട്ടായിട്ട് ഞാൻ കൊടുക്കാം EMP. ദെൻ എംപ്ലോയി ID integer. I am setting this as primary key. Then I am ename, let it be varchar of 2025. Then next is salary.
okay, that is I am taking it as numeric 12,2. Its meaning is that total 12 numbers can be entered in which 2 decimal points are there. Okay, that is the meaning of 12,2. So I am creating this table first. Table is created. Now I am writing a trigger for this. If you want, you can enter the values, but the ട്രിഗറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് എൻ്റെ എയിം ഇത്രയേ ഉള്ളൂ, ഈ ടേബിളിലേക്ക് 10,000-ൽ കുറവ് ആരെങ്കിലും ഒരു റോയിനെ അപ്ഡേറ്റ് ചെയ്യുകയോ ഇൻസേർട്ട് ചെയ്യുകയോ ചെയ്താൽ അത് സമ്മതിക്കരുത്. ദാറ്റ് ഈസ് ഐ ഹാവ് ടു പ്രിൻ്റ് എ മെസ്സേജ് ദാറ്റ് ഈസ് സാലറി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10,000 ഒരു മെസ്സേജ് എന്തെങ്കിലും എനിക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അതാണ് എൻ്റെ ട്രിഗറിൻ്റെ എയിം. ഓക്കെ, അതായത് ഇൻസേർട്ട്, ഇപ്പോൾ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഞാൻ ഇൻസേർട്ടിന് മാത്രം ഒരു ട്രിഗർ എഴുതാം. ഈ ടേബിളിലേക്ക് ആരെങ്കിലും 10,000-ൽ കുറവ് സാലറി ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് അത് സമ്മതിക്കരുത്. ദാറ്റ് മീൻസ് ഐ ഷുഡ് ഗെറ്റ് എ മെസ്സേജ്. സോ വാട്ട് ഇസ് ദ സിൻടാക്സ് ഓഫ് ദ ട്രിഗർ? ട്രിഗറിൻ്റെ സിൻടാക്സ്. അപ്പോൾ ട്രിഗർ ആദ്യം ഞാൻ എഴുതുകയാണ്. ട്രിഗറിൻ്റെ സിൻടാക്സ്: ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ. ട്രിഗറിന് പേര് കൊടുക്കുക. ട്രിഗറിന് ഞാൻ TREEMP എന്ന് കൊടുക്കാം. ട്രിഗറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് TRIGEMP ടേബിളിനുള്ള ട്രിഗറിനുള്ള ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി എപ്പോഴാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? എനിക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ആക്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബിഫോർ കൊടുക്കുക. അത് കഴിഞ്ഞ് മതി എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കൊടുക്കുക. ഇവിടെ ആഫ്റ്റർ കൊടുത്തിട്ടല്ലല്ലോ കാര്യം. ഐ ആം ഗിവിങ് ബിഫോർ. ഏതൊക്കെ ഓപ്പറേഷനാണ്? ഞാൻ ഇൻസേർട്ടിന് മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഇൻസേർട്ട്. ഓക്കെ, ഇനി ഏത് ടേബിളിനെ ബേസ് ചെയ്താണ്? ഇൻസേർട്ട് ഓൺ ടേബിളിൻ്റെ പേര് EMP. ഓക്കെ, സോ ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ. ട്രിഗറിൻ്റെ പേര് എപ്പോഴാണ്? ബിഫോർ, ആഫ്റ്റർ ഓർ എന്നുള്ളത് ഇൻസ്റ്റെഡ് ഓഫ് ആണ്. ടേബിളിന് കറസ്പോണ്ടിങ് ബിഫോർ കൊടുക്കാം ഒന്നുകിൽ, അല്ലെങ്കിൽ ആഫ്റ്റർ കൊടുക്കാം. ഞാനിവിടെ ബിഫോർ കൊടുക്കുന്നു. ഏത് ഓപ്പറേഷൻ, ഏത് DMLന് ചെയ്യുമ്പോഴാണ് ഇത് വേണ്ടതെന്നുള്ളത് അത് പറയുക. ടേബിളിൻ്റെ പേര് പറയുക. ഇനി ഇത് റോ ലെവൽ ട്രിഗറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. റോ ലെവൽ ട്രിഗർ എന്ന് പറയുമ്പോൾ ഓരോ റോയിലും നമുക്കറിയാം ഇൻസേർഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റോ ബൈ റോ ആണല്ലോ നടക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഐ എം ഗിവിങ് ഇറ്റ് ആസ് ഫോർ ഈച്ച് റോ. റോ ലെവൽ ട്രിഗർ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ദെൻ എന്താണ് കണ്ടീഷൻ കൊടുക്കേണ്ടത്? ഈ ബിഗിൻ എൻഡിനകത്ത്. അപ്പോൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ വേരിയബിളിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് ബിഗിൻ എൻഡിൽ എക്സിക്യൂട്ട് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ആരെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ നോക്കുവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുക്കുക. ദെൻ ഈഫ് കണ്ടീഷൻ. ദെൻ ഇവിടെ കൊടുക്കേണ്ട ഒരു ടേം എന്ന് പറഞ്ഞാൽ കോളം ന്യൂ എന്നുള്ളതാണ്. ഇപ്പോൾ സാലറിയുടെ വാല്യൂ, പുതിയ സാലറിയുടെ വാല്യൂ എന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കോളൻ ഇടുക. ന്യൂ ഡോട്ട് സാലറി, ഏതാണ് ആട്രിബ്യൂട്ടിൻ്റെ പേര്? സാലറി. ഇറ്റ്സ് മീനിങ് ഇസ് ദാറ്റ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ പുതിയതായിട്ട്, അതായത് ഇഫ് യു ആർ ട്രൈങ് ടു ഇൻസേർട്ട് എ വാല്യൂ, പുതിയ വാല്യൂവിൻ്റെ സാലറി. ഇപ്പോൾ നിങ്ങൾ നേരത്തെ അപ്ഡേറ്റും കൂടി ഇവിടെ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ പഴയ സാലറിയും പുതിയ സാലറിയും എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ന്യൂ ഡോട്ട് സാലറി ഈസ് ലെസ് ദാൻ 10,000. അപ്പോൾ 10,000-ൽ കുറവ് ആണെങ്കിൽ എന്ത് വേണം? ഞാനൊരു എക്സെപ്ഷൻ കൊടുക്കുകയാണ്. എക്സെപ്ഷൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഇതാണ്: റേസ് application, this is an inbuilt exception, underscore error, error na number minus 20,001. You can write the message. എന്താണ് മെസ്സേജ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് കൊടുക്കാം. സാലറി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10,000. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കുക. ഇഫ് കണ്ടീഷൻ കഴിഞ്ഞാൽ ഈഫിന് ദെൻ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഈഫിനൊരു എൻഡ് ഇഫ് വേണം. എൻഡ് ഇഫ്. So that's all. So we can execute this trigger and check whether there exist any errors or not. End ഇവിടെ സെമിക്കോളൻ ഉണ്ട്. ഓക്കെ, സോ നൗ യു ക്രിയേറ്റഡ് എ ട്രിഗർ. ഇപ്പോൾ ഒരു ട്രിഗർ ഉണ്ടാക്കി. PLSQL പോലെ ഇവിടെ ട്രിഗറും ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്.
ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ നെയിം. ഞാൻ ഉദ്ദേശിച്ചത് ഇൻസേർട്ടിന് മുമ്പ്, ഇൻസേർട്ട് ചെയ്യാൻ ഒരാൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആണിത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. സോ ബിഫോർ ഇൻസേർട്ട് ഓൺ വിച്ച് ടേബിൾ, EMP ടേബിൾ. ഈ ടേബിളിൽ ആരെങ്കിലും ഈ പറയുന്ന ഇൻസേർഷൻ നടത്താൻ പോവുകയാണെങ്കിൽ ആണ് ഇത് നടക്കേണ്ടത്. ബിഗിൻ എൻഡിൻ്റെ അകത്ത് യു ഹാവ് ടു റൈറ്റ് വാട്ട് ഷുഡ് ബി ദ കണ്ടീഷൻ. if new dot salary means നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് കൊടുക്കുന്ന സാലറി, അതായത് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാലറി ലെസ് ദാൻ 10,000 ആണെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു, ഈ ഒരു മെസ്സേജ് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കിനി ചെയ്ത് നോക്കാം. നൗ ഐ എം ട്രൈങ് ടു ഇൻസേർട്ട് എ വാല്യൂ. ആദ്യം ഞാൻ 10,000-നേക്കാളും കുറവ് ഇൻസേർട്ട്, നോർമൽ SQL ഇൻസേർട്ട് കമാൻഡ് ഇവിടെ കൊടുക്കുക. ഇൻസേർട്ട് ഇൻ ടു, ടേബിളിൻ്റെ പേരെന്താ, EMP values. This is the style of inserting a value, we already know that. Values എന്താണ്, ആട്രിബ്യൂട്ട്സിൻ്റെ ഒക്കെ വാല്യൂ. ഫസ്റ്റ് വൺ, let it be 1. This is the employee ID. Let Anju be the name of the employee. I am trying to enter the salary as 20,000. ഇനി നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം എന്താണ് വരുന്നതെന്നുള്ളത്. കണ്ടോ, യു ആർ ഗെറ്റിംഗ് ദ മെസ്സേജ് സാലറി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10,000. ഇതല്ലേ നമ്മളിവിടെ കൊടുത്തത്. അപ്പോൾ ഈ ട്രിഗർ ആക്ടിവേറ്റ് ആയി. എപ്പോൾ ആക്ടിവേറ്റ് ആയി? 10,000 താഴെ സാലറി കൊടുക്കാൻ നോക്കിയപ്പോൾ അത് ടേബിളിലേക്ക് ഇൻസേർട്ട് ആയില്ല. സോ നിങ്ങൾക്ക് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം EMP എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് കിട്ടും? യു ക്യാൻ വ്യൂ ദ ടേബിൾ, നോ ഡേറ്റ ഫോൺ, കാരണം നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച വാല്യൂ ഇൻസേർട്ട് ആയില്ല. സപ്പോസ് ഈ സെയിം ഇത് തന്നെ ഞാൻ 20,000 ആക്കി കൊടുത്ത് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുവാണ്. ഇൻസേർട്ട് ഇൻ ടു EMP വാല്യൂസ് 20,000. സോ യു വിൽ ഗെറ്റ് ദ മെസ്സേജ് 1 റോ ഇൻസേർട്ടഡ്. കാരണം എന്താ, നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഇൻസേർട്ട് 10,000 കൂടുതൽ ആ സാലറി, അപ്പോൾ ഈ ഒരു ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ സെലക്ട് സ്റ്റാർ ഫ്രം EMP നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്ത വാല്യൂ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാകും. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ട്രിഗർ.